എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു യൂണിറ്റ് പ്രോഗ്രാം IC ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്ന് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു ക്യാബിനറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു കോമൺ ക്യാബിനറ്റാണ്. ഈ ഒരു ക്യാബിനറ്റിൽ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. സാധാരണ ഇൻവെർട്ടറിലേക്ക് ഉപയോഗിക്കുന്ന 2 ലൈൻ LCD ആണ്. അതേപോലെ ഇതിൻ്റെ അരികത്തായിട്ട് ഒരു പവർ ഓൺ സ്വിച്ച് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു സെറ്റപ്പ് സ്വിച്ച് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ ലോഗോ നെയിം, ബാറ്ററി വോൾട്ട്, അതേപോലെ എല്ലാ ഫംഗ്ഷനും ഇങ്ങനെ മാറി മാറി വരുന്നു. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു IC കംപ്ലൈൻ്റ് ആണെങ്കിൽ ഒരു ബോർഡ് എടുത്തിട്ട് ബോർഡിലേക്ക് ഇട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ബോർഡ് ഫ്രഷ് ബോർഡാണോ ഇല്ലേ, ആ ബോർഡ് നല്ലതാണെങ്കിൽ ഈ ICക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ ബോർഡിൽ മറ്റുള്ള സാധനങ്ങൾ പോകുമോ എന്നുള്ളൊരു പേടി വേണ്ട. കാരണം ഈ ഒരു യൂണിറ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു പ്രോഗ്രാം സെക്ഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോഗ്രാം സെക്ഷൻ മാത്രമേ ഉള്ളതുകൊണ്ട് ഇതിൽ വേറെ ICകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ നിങ്ങളുടെ പ്രോഗ്രാം IC സിമ്പിളായിട്ട് ഇതിൽ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യാം. സാധാരണ ഇടിമിന്നലൊക്കെ ആയിട്ട് IC കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാങ് ആയി നിൽക്കലോ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ NTC സെൻസറോ ഇല്ലെങ്കിൽ ക്രിസ്റ്റലോ ചിലപ്പോൾ ക്രിസ്റ്റലിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടൊക്കെ ഹാങ് ആയി നിൽക്കാം. അതല്ല IC കറപ്റ്റ് ആണെങ്കിൽ IC കറപ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഹാങ് ആയോ ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആ IC എടുത്തിട്ട് ബോർഡിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ ആ IC വർക്ക് ചെയ്യണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൽ ഇട്ട് നോക്കാം. ഇത് മെഡിയുടെ ഒരു ടെസ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഈ പവർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സപ്ലൈ പോയി. ഇപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ഈ ഭാഗത്ത് ഒരു സിപ്പ് അഡാപ്റ്റർ വെച്ചിട്ടാണ് പ്രോഗ്രാം IC ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം IC ഊരുവാനായിട്ട് സിപ്പ് അഡാപ്റ്ററിൻ്റെ ലിവർ ഊരിക്കഴിഞ്ഞാൽ ഈ IC ഇങ്ങോട്ട് ഊരിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ IC ഇട്ടിട്ട് ഈ ലിവർ താത്തി കഴിഞ്ഞാൽ ലോക്കായി. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന 30F2010 IC ആണ്, മെഡിയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഈ ഫംഗ്ഷൻ പിന്ന് അറിയുന്നതിന് വേണ്ടി ഇവിടെ പിൻ നമ്പർ എഴുതിയിട്ടുണ്ട് 1, 14, 15, 28. അതേപോലെ ഇവിടെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ICയുടെ ഒരു സിമ്പിൾ വരച്ച് ICയുടെ നമ്പർ എഴുതിയിട്ടുണ്ട് dspic30F2010. ഇതിൽ ഒന്നാമത്തെ പിന്ന് ഇവിടെ, 14ാമത്തെ പിന്ന് 15, 28. ICയുടെ കട്ടിങ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. അതേപോലെ നമ്മൾ ഇതിൻ്റെ പുറകുവശത്തെ ഒരു ഫീസ് വെച്ചിട്ടുണ്ട്. ഫീസ് നമ്മൾ ബാറ്ററിയിൽ വരുന്ന സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബാറ്ററിയിലോട്ട് പോകാനുള്ള പ്ലസ് മൈനസ് കേബിളാണിത്. ഇപ്പോൾ ഇതൊരു ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 1 square mm എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ നമുക്ക് ബാറ്ററിയിലോട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വാർണിംഗ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ദിസ് പ്രോഗ്രാം ടെസ്റ്റർ മസ്റ്റ് യൂസ് മൈക്രോ കൺട്രോളർ ടെസ്റ്റ് ഓഫ് മെഡി dspic30F2010 ഓൺലി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു ഉപകരണമാണ്. നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഈ പ്രോഗ്രാം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെക്ഷൻ മാത്രമേ നമ്മളിത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പ്രോഗ്രാം സെക്ഷൻ വർക്ക് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു 5 വോൾട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് 5 വോൾട്ടിൻ്റെ ഒരു റെഗുലേറ്റർ ICയും അതിൻ്റെ ഫിൽട്ടർ കപ്പാസിറ്ററും ഉണ്ട്. അതേപോലെ പ്രോഗ്രാം IC ഡിസ്പ്ലേ ഒക്കെ വർക്ക് ചെയ്യാനായിട്ട്, അതേപോലെ എല്ലാ ഫംഗ്ഷനും കറക്റ്റ് ചെയ്യുവാനായിട്ട്, അതേപോലെ നമുക്ക് സെറ്റപ്പിൽ കയറുവാനായിട്ടുള്ള എല്ലാ ഓപ്ഷനും നമ്മൾ ഇതിലോട്ട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം അതിന് വേണ്ട റെസിസ്റ്ററുകളൊക്കെ ഇട്ടിട്ടാണ്. ഒരു ചെറിയൊരു PCB ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള മിനി ബോർഡിൻ്റെ പ്രോഗ്രാം സെക്ഷനായിട്ട് വരുന്ന മോഡ്യൂളിൽ ചെയ്ത് കഴിഞ്ഞാലും മതി. അതേപോലെ നമ്മൾ സിപ്പ് അഡാപ്റ്ററിലോട്ടാണ് ഈ വയറുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ടുള്ള ഡാറ്റ പാസ് ചെയ്യാനായിട്ട് നമ്മൾ 0.5 square mm വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിപ്പ് അഡാപ്റ്റർ വെച്ചില്ലെങ്കിൽ നമ്മൾ IC സോക്കറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് IC ഇടുവാനും ഊരുവാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ 2-3 പ്രാവശ്യം അത് ഇട്ട് കഴിഞ്ഞാൽ ആ സോക്കറ്റ് ഡാമേജ് ആവും, ഇല്ലെങ്കിൽ ലൂസായി പോകും. സിപ്പ് അഡാപ്റ്റർ ആണെങ്കിൽ ഒരു കാരണവശാലും അത് കംപ്ലൈൻറ്റ് വരില്ല. സാധാരണ സിപ്പ് അഡാപ്റ്റർ നമ്മൾ പ്രോഗ്രാം ചെയ്യുവാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റിലാണ് കണ്ടിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് ഇതിൻ്റെ ഒരു സെറ്റപ്പിൽ കയറി ഒന്ന് നോക്കാം. ഇപ്പോൾ സിപ്പ് അഡാപ്റ്ററിൽ നമ്മൾ IC ഇട്ടിട്ടില്ല.
എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ LCDയിൽ ക്യാരക്ടറിൻ്റെ ആ ഒരു കട്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് IC ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ IC ഇട്ടിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ വേറെ ഒന്നും സംഭവിക്കാനില്ല IC ഇട്ടില്ലെങ്കിലും. സാധാരണ നമ്മൾ IC ഊരിയെടുത്തില്ലെങ്കിൽ IC ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്ഫെറ്റും കാര്യങ്ങളൊക്കെ ഇൻവെർട്ടറിൽ കംപ്ലൈൻ്റ് ആവുമെങ്കിലും ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, കാരണം ആ ഒരു സെക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൽ IC ഇട്ടിട്ട് നോക്കാം. ഇനി നമുക്കിത് സെറ്റപ്പിലൊന്ന് കയറി നോക്കാം, കാരണം ഈ ICയുടെ എല്ലാ ഫംഗ്ഷനും ഉണ്ടാവില്ല എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സെറ്റപ്പ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇതേപോലെയുള്ള ഒരു സെറ്റപ്പ് സ്വിച്ചാണ് വെച്ചിരിക്കുന്നത്. DC പിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 പിൻ ഫംഗ്ഷനാണ് ഇതിലുള്ളത്. നമുക്ക് പവർ ഒന്ന് ഓഫ് ചെയ്യാം. ഇതിൽ സെറ്റപ്പ് സ്വിച്ചിൻ്റെ വയർ കണക്ട് ചെയ്യാം. ഇതിൻ്റെ OK ബട്ടണായ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പവർ ഓൺ ചെയ്യാം. എൻ്റർ സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പ് ബട്ടൺ അടിച്ചിട്ട് OK കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കാലിബ്രേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ബാറ്ററി വോൾട്ട് അറിയാൻ പറ്റും, അതേപോലെ എല്ലാ ഫംഗ്ഷനും ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. അടുത്തത് നോ ലോഡ് സെറ്റ്. അപ്പോൾ ഇതൊന്നും ഫംഗ്ഷൻ ചെയ്യില്ല, കാരണം നമുക്ക് പ്രോഗ്രാം ഉണ്ടാകുന്ന നോക്കാനേ പറ്റുള്ളൂ. അടുത്തത് ഓപ്ഷൻസിൽ എല്ലാ സെക്ഷനും ഉണ്ടാവും. അതേപോലെ പാരാമീറ്റേഴ്സിൽ ബാറ്ററിയിലോ അതേപോലെ എല്ലാ ഫംഗ്ഷനും ഈ പ്രോഗ്രാം ICയിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ആശയം ഇതൊക്കെ സെയിൽ ചെയ്യുന്ന കടയിലെ ഒരു സുഹൃത്താണ് നമ്മളോട് ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇത് ICകൾ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്ത ICകൾ സെയിൽ ചെയ്ത് ശേഷം ഇത് തിരിച്ചു വരുന്നു, കാരണം ഇതിൽ പ്രോഗ്രാം ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അത് മറികടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആശയം അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഈ ഒരു പ്രോഗ്രാം സെക്ഷൻ മാത്രം ചെയ്തിട്ട് ഈ പ്രോഗ്രാം IC എളുപ്പത്തിൽ ഇടുവാനും ഊരുവാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കി തരുവാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ സെറ്റ് ചെയ്യുവാൻ വേണ്ടി ഇല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാലോ എന്നുള്ള ആലോചനയിൽ ഞാൻ ഇതൊരു രണ്ടാമത്തെ പീസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ചില ആവശ്യങ്ങൾക്കൊക്കെയാണ്, അതായത് ഇതേപോലെ കച്ചവടക്കാർക്കാണെങ്കിൽ ഇത് വളരെയധികം ഒരു ഉപകാരമാണ്. കാരണം ഇതിൻ്റെ ബേസിക് അറിയാവുന്ന ആളാണെങ്കിൽ ഈ ICകളൊക്കെ വിറ്റ് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെയും വരുന്നു കഴിഞ്ഞാൽ നമുക്കത് ടെസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ തിരിച്ചു വരേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതേപോലെയുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതിൽ പ്രോഗ്രാം ടെസ്റ്റർ എന്നാണ് ഇതിനൊരു പേര് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് സ്വിച്ച്, പവർ, ഫങ്ഷണൽ ഡിസ്പ്ലേ, സൈൻ വേവ് ഇൻവെർട്ടർ 30F2010. ഇതേപോലെ ഏത് പ്രോഗ്രാം വെച്ചിട്ടാണെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു യൂണിറ്റാണിത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.